ഭഗവാൻ വാമനമൂർത്തിയായി ബ്രഹ്മചാരി ഭാവത്തില് മഹാബലിയുടെ ആശ്രമ യാഗ കവാടത്തിലേക്ക് കയറി വരുമ്പോ മഹാബലിക്ക് തന്നെ തോന്നി, ഒരു ചെറിയ കുട്ടി സർവചരാചരങ്ങളെയും ഭരിക്കാൻ കഴിവുള്ളതായ, ഈശ്വരന് തുല്യം കഴിവുള്ളതായ, യശസ്സുള്ളതായ തൻ്റെ മുൻപിൽ വന്ന് വെറും 3 അടി മണ്ണ്, അതും സ്വന്തം കൊച്ചു കാലുകളെ കൊണ്ട് അളന്നെടുത്തോളാം എന്ന് പറഞ്ഞപ്പോ ഒരു നിസ്സാര ഭാവം തോന്നി ഇത്രേ മഹാബലിക്ക്. പിന്നെയാണ് ഈ വന്ന ആൾ ആരാണ് എന്ന് മഹാബലിക്ക് ബുദ്ധിയായത്. ശരീരം കൊണ്ട് ആകാശം മുഴുവൻ അളന്നെടുത്ത് 2 അടി കൊണ്ട് 14 ലോകങ്ങളെയും സ്വന്തമാക്കിയ മഹാപ്രഭുവായ ത്രിവിക്രമസ്വരൂപനായ ആ ഭഗവാന്റെ മഹിമയെ ഒന്ന് കണ്ടപ്പോ മഹാബലിക്ക് ഒരു കാര്യം ഉറപ്പായി, നമ്മളൊക്കെ എത്രയോ നിസ്സാരമാണ് ഭഗവാന്റെ മുമ്പിൽ. ഭഗവാന്റെ വൈഭവത്തെ ഓർത്ത് അത്ഭുതപ്പെട്ടു. ഭഗവാന്റെ വൈഭവത്തെ മഹാബലി മനസ്സിലാക്കി. ഭക്തനായ മഹാബലി ഭഗവാന്റെ വൈഭവത്തെ മനസ്സിലാക്കിയതും മുൻപുള്ളതുപോലെ ഭഗവാൻ ആ ഭക്തന്റെ മുൻപില് ദാസനായിട്ട് തീർന്നു. ഇതാണ് മഹാബലിയുടെ ചരിത്രത്തിൽ നമ്മൾ വാമനമൂർത്തിയുടെ 3 ഭാവങ്ങൾ. ആദ്യം ചെറുതായിട്ട്, പിന്നെ വലുതായിട്ട്, വീണ്ടും ചെറുതായിട്ട്. അപ്പോ ഭഗവാന്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമ അറിയാത്തിടത്തോളം കാലം ഈ ലോകത്തില് ഏറ്റവും വലിയ കേമനാര എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആരെ കുറിച്ചാ പറയുക? ഈ ലോകത്തില് പോട്ടെ, നമുക്ക് ഇന്ന് വരെ ഒരു കുറ്റവും കുറവും തോന്നാത്ത ആരാ ഉള്ളത് ഈ ലോകത്ത്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ നമ്മുടെ മുമ്പിൽ ഉള്ളൂ ഈ ലോകത്ത്. ആരാ? നമ്മൾ തന്നെ. അമ്പട ഞാനേ എന്ന് പറയാറില്ലേ? അപ്പോ ഭഗവാന്റെ മഹിമ അറിയാത്തിടത്തോളം നമ്മൾക്ക് മുമ്പില് ഭഗവാൻ ചെറുതാ, നമ്മളാ വലുത്. ഞാനുണ്ടല്ലോ. പക്ഷെ ക്രമേണ 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 ഭഗവാന്റെ മാഹാത്മ്യം അറിഞ്ഞറിഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഇത്രകാലം നടന്നത് ഈ ഭഗവാന്റെ കടാക്ഷം കൊണ്ടാ. ഇത്രകാലം ഈ നാവ് കൊണ്ട് ഞാൻ സംസാരിച്ചത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ, ഈ ശരീരത്തിലെ ഒരു സ്പന്ദനം പോലും നിയന്ത്രിക്കുന്നത് ആ ഭഗവാനാണ്, ഭഗവാന്റെ മഹിമയാണ് എന്നറിയുമ്പോ ഭഗവാൻ എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ് എന്ന് തോന്നും. അത്തരത്തിൽ ഭഗവാന്റെ മഹിമയെ നമ്മൾ മനസ്സിലാക്കുമ്പോ, അങ്ങനെ തൻ്റെ മഹിമയെ പരിപൂർണമായും ഉള്ളിലൊതുക്കിയ ഒരു ഭക്തന്റെ മുൻപില് ഭഗവാൻ ചെറുതായി ആ ഭക്തനെ വലുതാക്കും. നമേ ഭക്ത പ്രണശ്യതി. ഒരു നിമിഷം മഹാബലിയുടെ സർവവും തട്ടിയെടുത്തു വാമനമൂർത്തി എന്ന് കണ്ടപ്പോ ബ്രഹ്മാവ് പോലും ഓടി വന്ന് ഭഗവാന്റെ ചെവിയിൽ പറഞ്ഞു, കൊല്ലണ്ട. മുഞ്ചൈനം ഹൃദ സർവസ്വം നായമർഹതി നിഗ്രഹം. എല്ലാം തട്ടിയെടുത്തില്ലേ ഭഗവാനെ, കൊല്ലരുതേ. ഇത് വാമനമൂർത്തിയോട് പറഞ്ഞപ്പോ ഭഗവാൻ ബ്രഹ്മാവിനെ നോക്കി ഒന്ന് ചിരിച്ചുത്രേ. ഹേ ബ്രഹ്മദേവ, അങ്ങ് എന്തേ എന്നെ കുറിച്ച് കരുതിയത്? മഹാബലിക്ക് എന്തൊക്കെയാണോ അഹങ്കാരത്തിന് വകുപ്പ് കൊടുത്തത്, ആ അഹങ്കാരത്തെ കളയ മാത്രം ചെയ്യുന്നത്, കൊല്ലലല്ല അല്ലേ? ഒന്ന് ഭാഗവതത്തിലെ ഈ വധം 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 എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വധിക്കലല്ല. പിന്നെ എന്തിനാ വധം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്നാലേ നമുക്കൊരു സന്തോഷമാവുള്ളൂ. കംസവധം,
ഹിരണ്യാക്ഷവധം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ദുഷ്ടനെ കൊന്നത് നന്നായി. പക്ഷെ ഭഗവാൻ ശരിക്കും ചെയ്യണത് അവരെയും അനുഗ്രഹിക്കുക ചെയ്യണത്. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വസ്ത്രം, നമുക്ക് ഉടുക്കാൻ നല്ല താല്പര്യമുള്ള ഒരു വെള്ള വസ്ത്രത്തില് ഒരു ചെളി പറ്റിയെന്ന് വിചാരിക്കാം, ഒരു കറ പറ്റിയെന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യാ? വളരെ സ്നേഹമുള്ള വസ്ത്രല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ തലോടി മാറ്റുമോ? ഇല്ല. ആ വസ്ത്രത്തോട് നമുക്ക് എത്ര സ്നേഹമുണ്ട്, അതിനനുസരിച്ചിട്ട് ആ വസ്ത്രത്തോട് നമ്മൾ ക്രൂരമായിട്ട് പെരുമാറും അല്ലേ? ഒരു മണിക്കൂർ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അലക്ക് കല്ലിൻ്റെ അടുത്ത് പോയിട്ട് 4 അടി 2 പിഴിയല് ഒക്കെ കൂടി ഈ വസ്ത്രത്തോട് ഒരു താല്പര്യവും ഇല്ലാത്ത പോലെയാ നമ്മൾ പെരുമാറുക. സ്നേഹമുള്ളത് കൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ? അയ്യോ, അയാൾക്ക് ആ തുണിയോട് ഒരു ഇഷ്ടമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തേ? വെറുതെ കല്ലിനിട്ടിട്ട് അടിക്കുക ആ തുണിയെ. അല്ല, തുണിയെ കല്ലിനിട്ടിട്ട് അടിക്കണത് വെറുതെ അല്ല, അതിൻ്റെ കറ നീങ്ങാൻ വേണ്ടിയിട്ടാ, അതിൻ്റെ ചെളി നീങ്ങാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഭഗവാന്റെ അവതാരമൊക്കെ പറയുമ്പോ സാധൂനാം അസുരദ്രുഹാം ജായമാനേ. എന്തിനാ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കണത് എന്നറിയോ? നാമം ജപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ മാത്രല്ല. നാമം ജപിക്കുന്നവരെന്തായാലും ജപിക്കും, അവരെന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നാമം ജപിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത കുറച്ചെണ്ണം ഉണ്ടായിരുന്നു അത്രേ. പൂതന, കേശി, ധേനുകൻ, അകൻ, ഭഗൻ തുടങ്ങിയിട്ട് കുറെ എണ്ണം. അവരെയും കൂടി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണാവതാരം. അപ്പൊ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ പരിപൂർണമായി നീക്കിയിട്ടാണ്. അങ്ങനെ ഭഗവാൻ ഒരു ഭക്തനെ അനുഗ്രഹിച്ചാലോ ആ ഭക്തന് പിന്നെ നാശമില്ല. ഇന്നും ഇന്ദ്രസേനൻ എന്ന അടുത്ത മന്വന്തരത്തിന്റെ ദേവേന്ദ്ര പദവിയെ നൽകി ഭഗവാൻ സംരക്ഷിക്കുന്നു സുതലം എന്ന ലോകത്തിൽ വെച്ച് മഹാബലിയെ. സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം, ദേവേന്ദ്രാദികൾക്ക് പോലും കിട്ടാത്തതായ സുഖം ഉള്ള ലോകമാണത്രേ സുതലം. ആ സുതലത്തില് മഹാബലിയുടെ ഗോപുരത്തിൽ ഒരു കാവൽക്കാരനായിട്ട് ഇന്നും വാമനമൂർത്തിയുണ്ട് എന്ന് ഭാഗവതം പറയണു. ഉണ്ടാവോ? സുതലത്തില് മഹാബലിയുടെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തി ഉണ്ട് എന്നാ ഭാഗവതത്തെ പറയുന്നത്. ഉണ്ടാവോ? അറിയില്ല. ചിലപ്പോ ഉണ്ടാവും. ആരെങ്കിലും ഇപ്പൊ ഒരാൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാറുന്നു അല്ലേ, ഞാൻ പോയപ്പോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വാസാവുമെങ്കിൽ ഭാഗവത ആ കഥയും പറയുന്നുണ്ട്. കണ്ട ആളല്ല, പോയി 2 കൊണ്ട ആളുടെ കഥയാ പറയണത്. ഇപ്പോ പഞ്ചമസ്കന്ധത്തില് അധോലോകങ്ങളെ കുറിച്ച് പറയണ സമയത്ത് സുതലലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വർണ്ണിച്ചു, ദശകന്ധരോ യോജന ആയുധായുധം അങ്കുഷ്ഠേന ഉച്ചാടിത. പണ്ട് രാവണൻ ദിഗ്വിജയം ചെയ്യാനായി പുറപ്പെട്ട സമയത്ത് മഹാബലിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു അത്രേ. സുതലത്തിൽ ചെന്ന് മഹാബലിയെ ഒന്ന് ഏറ്റുമുട്ടാമെന്ന് വിചാരിച്ച് സുതലത്തിന്റെ ഗോപുരം ഈ 10 തലയല്ലേ, അപ്പൊ ചെരിച്ചിട്ട് ഇങ്ങനെ കടക്കാൻ നോക്കിയതാ. കടക്കാൻ നോക്കിയപ്പോ ഒരു ആജ്ഞ ഉണ്ട്, കടക്കരുത്. 20 കണ്ണും 10 തലയും കൊണ്ട് നോക്കി ആരെയും കാണണമെന്നില്ല. തോന്നിയതാവും എന്ന് വിചാരിച്ച് വീണ്ടും കടക്കാൻ ഭാവിച്ചപ്പോഴാണ് 10 തലയാ, കടക്കരുത്. 10 തലയാണോ? ഒരു ബഹുമാനം ഇല്ലാണ്ട് ഇതാരാ എന്നെ എങ്ങനെ വിളിച്ചത്? നോക്കിയപ്പോ ആ ഗോപുരത്തിന്റെ മൂലയ്ക്ക് ഒരു പീഠത്തിന്റെ മുകളിൽ ഒരു ചെറിയ ബ്രഹ്മചാരി കുട്ടി. ഇവനാണോ എന്നോട് ആജ്ഞാപിച്ചത്? എന്നാ കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞ് രാവണൻ അടുത്തേക്ക് ഓടിയതാ. ആ വാമനമൂർത്തി തൻ്റെ കൊച്ചു തൃപ്പാതൊന്ന് നീട്ടി അങ്കുഷ്ഠേന, തൻ്റെ കാലിൻ്റെ ആ പെരുവിരൽ കൊണ്ട് രാവണന് ഒരു തട്ട് കൊടുത്തതാ.
യോജനായുധായുധായുധായുധം ദിഗ്വിജയ ഉച്ചാടിത. പുഷ്പക വിമാനവും കൊണ്ടുപോയ ആളാ. ഇങ്ങോട്ടേക്ക് പുഷ്പം പോലെ പറന്ന് കൃത്യമായിട്ട് ലങ്കയിൽ അന്തപുരത്തിന്റെ മുകളിൽ, ടെറസിന്റെ മുകളിൽ 10 തലയും കുത്തി വീണു. ഉച്ചയ്ക്ക് 2:45 എന്തോ ഒരു സാധനം ടെറസിന്റെ മുകളിൽ വീണ ശബ്ദം കേട്ട് മണ്ടോദരി പോയി നോക്കുമ്പോഴേക്കും തല തടവിക്കൊണ്ടിരിക്കണ രാവണനാ. എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വിമാനമൊന്നും വേണ്ടി വന്നില്ല. അപ്പോ ഇങ്ങനൊരു അനുഭവം കൂടി ഭാഗവതത്തെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാച്ചാൽ അവിടെ ഉണ്ട്, ഭക്തദാസനായി ഭക്തരക്ഷകനായി ഭഗവാൻ ഉണ്ട് എന്ന് നമ്മളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വാമനാവതാര ചരിതം പാടിയപ്പോഴാണ് പരീക്ഷത്തിനൊരു സംശയം, ഗുരുനാഥ ഇതുപോലെ ചെറുതായി പിന്നീട് വലുതായ മറ്റൊരവതാരം ഉണ്ടല്ലോ, മത്സ്യാവതാരം. അല്ല, എനിക്കൊരു സംശയം, ഈ ഭഗവാനെ പീതാംബരപ്പട്ടൊക്കെ ചുറ്റി മയിൽപ്പീലിയൊക്കെ ധരിച്ച് സ്വർണമാലയൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയുണ്ട്. ഈ ഭുവനസുന്ദരനായ ശ്യാമസുന്ദരനായ ഭഗവാൻ കഥം മാസ്യം ജുഗുപ്സിതം അല്ലേ? നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ മുകളിൽ പിടിപ്പിച്ച് സുന്ദരനാവാൻ സുന്ദരിയാവാൻ മെനക്കെടുമ്പോൾ, എങ്ങനെയെങ്കിലും സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുമ്പോൾ ഈ സുന്ദരനായ ഭഗവാൻ എന്തിനാ പന്നിയായിട്ട്, ആമയായിട്ട്, മത്സ്യമായിട്ട് എന്തിനാ ഭഗവാൻ ഇങ്ങനെയൊക്കെ വേഷം കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് മത്സ്യാവതാര ചരിതം കൃതമാലാ നദിയിലേക്ക് ജലതർപ്പണം ചെയ്യാനായി ഇറങ്ങിയതായ സത്യവ്രതൻ എന്ന രാജഋഷിയുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞു മത്സ്യമായി അവതരിച്ചതായ ഭഗവാൻ, എന്നെ ഉപേക്ഷിക്കരുതേ, വലിയ മത്സ്യങ്ങൾ വന്ന് എന്നെ വിഴുങ്ങുമ്പോ എനിക്ക് പേടിയാവും, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഒരു കൗതുകം. സംസാരിക്കണ മത്സ്യം തൻ്റെ കമണ്ടലുവിലിട്ട് ആശ്രമത്തിലേക്ക് എത്തുമ്പോഴേക്കും കമണ്ടലുവിൽ നിന്ന് പുറത്തേക്ക് തല നീട്ടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം കുറച്ച് കുറവാ. കുറച്ച് വലിയ പാത്രം വല്ലതും ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിലേക്ക് ഇട്ടു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൽ നിന്നും നിറഞ്ഞു. അതിനേക്കാൾ വലിയ പാത്രത്തിലേക്ക്, പിന്നെ അവിടുന്ന് കിണറിലേക്ക്, കുളത്തിലേക്ക്, വലിയ ജലാശയത്തിലേക്ക്, സരസിലേക്ക്, സമുദ്രത്തിലേക്ക്. തൻ്റെ തപശക്തി കൊണ്ട് സത്യവ്രതൻ ഈ മത്സ്യത്തെ സമുദ്രത്തിലേക്ക് മാറ്റിയപ്പോ സമുദ്രത്തിൽ നിന്നും നിറഞ്ഞു വന്നപ്പോ രക്ഷിക്കണേ എന്ന് കരയണ ആ മത്സ്യത്തെ നോക്കി സത്യവ്രതൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, സത്യം പറയൂ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷകനായ ഭഗവാനല്ലേ അങ്ങ്, നാരായണനല്ലേ അങ്ങ് എന്ന് ചോദിച്ചപ്പോ സന്തോഷത്തോടുകൂടി അനുഗ്രഹിച്ചു. 7-ാം നാൾ ഉണ്ടാകാൻ പോകുന്ന മഹാപ്രളയത്തിൽ സത്യസംരക്ഷകനായിട്ട് ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും, ഒന്ന് സ്മരിച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തി മഹാപ്രളയത്തില് സപ്തഋഷികളെയും ഓഷധി ബീജങ്ങളെയും എടുത്ത് ഭഗവാനെ ധ്യാനിച്ചതായ സത്യവ്രത രാജഋഷിയുടെ മുൻപിൽ മഹാസ്വർണ മത്സ്യമായി ഭഗവാൻ അവതാരം ചെയ്യുന്നതും ആ പ്രളയാവസാനം വരെ ധർമ്മസംരക്ഷകനായി സത്യവ്രത രാജഋഷിയെയും ഋഷീശ്വരന്മാരെയും ഭഗവാൻ സംരക്ഷിച്ചതുമായ രംഗം. ഒടുവിൽ പ്രളയാവസാനത്തിൽ ഹയഗ്രീവൻ എന്നുള്ളതായ അസുരനെ നിഗ്രഹിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി ലോകത്തെ അനുഗ്രഹിച്ച മത്സ്യാവതാരമൂർത്തിയായ ഭഗവാൻ ഗുരുനാഥനായിട്ടാണ് ഈ മത്സ്യാവതാരത്തെ ഭാഗവതത്തിൽ പറയുന്നത്. സകല തരത്തിലുള്ളതായ അജ്ഞാനങ്ങളെയും നീക്കുന്ന, സകല തരത്തിലുള്ളതായ ജ്ഞാനത്തെയും നൽകുന്ന, സകല തരത്തിലും ഹൃദയത്തിൽ ബാധിക്കുന്നതായ അന്ധകാരത്തെ നീക്കുന്ന, സർവലോകത്തിനും സുഹൃത്തായി, പ്രിയനായി, ഈശ്വരനായി തീരുന്ന, തന്നെ ആശ്രയിച്ചതായ ഓരോ ജീവനെയും ബാധിച്ച അജ്ഞാനത്തെ നീക്കി അനുഗ്രഹത്തെ കൊടുക്കുന്നതായ പരമഗുരുവായിട്ട് ഈ മത്സ്യമൂർത്തിയെ സ്തുതിച്ചു. ആ മത്സ്യാവതാരമൂർത്തിയായ ചരിതത്തെ പാടിക്കൊണ്ടാണ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധം ഗുരുനാഥൻ സമർപ്പിച്ചത്. പിന്നീട് ഇതാ നമ്മൾ നവമസ്കന്ധത്തിലേക്കാണ് പ്രവേശിച്ചത്. നവമസ്കന്ധത്തിന്റെ ലക്ഷണം
ഈശാനുചരിതം എന്നുള്ളതാണ്. ഈശാനുചരിതം എന്നുള്ളതാണ് 9ാം സ്കന്ധത്തിന്റെ ലക്ഷണം. ഈശാനുകഥ എന്ന് പറഞ്ഞാൽ ഈശ്വരപാദത്തിലാണ് ആനന്ദം എന്ന് തിരിച്ചറിഞ്ഞ അനേകം രാജാക്കന്മാരുടെ കഥകളാണ് ഈ 9ാം സ്കന്ധത്തിൽ പറയുന്നത്. സൂര്യ സോമ വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥകൾ. ഈ ലോകത്തില് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ പല വസ്തുക്കളിൽ പലതിലും സുഖം എന്ന് തോന്നാറുണ്ട്. പല വസ്തുക്കളിലും നമുക്ക് സുഖം എന്ന് തോന്നാറുണ്ട് അല്ലേ? അധികവും നമുക്ക് സുഖം എന്ന് തോന്നുന്ന വസ്തു ഏതായിരിക്കും ചോദിച്ചാൽ, നമ്മുടെ കയ്യിലുള്ളതും വേറൊരാളുടെ കയ്യിലുള്ളതും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുമായ വസ്തുക്കളിലാണ് അധികവും നമുക്ക് സുഖം തോന്നുക. അപ്പൊ നമുക്കൊക്കെ എന്തോന്ന് കിട്ടിയാൽ സുഖമായി. ഇതാണ് നമ്മുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലേ? ഒന്ന് കിട്ടിയാൽ സുഖമായി എന്ന് വിചാരിക്കും. ഏതുവരെ? കിട്ടണത് വരെ വിചാരിക്കും. അപ്പൊ ലൗകികമായ ഏതൊരു സുഖങ്ങളും കിട്ടുന്നത് വരെയാണ് സുഖം അല്ലേ? ജോലി സുഖാണ് എന്ന് എത്ര കാലം പറയും? ജോലി സുഖാണെന്ന് എത്ര കാലം പറയും? ജോലി കിട്ടണത് വരെ പറയും. ജോലി കിട്ടിക്കഴിഞ്ഞ അയ്യോ ഇതുപോലെ തലവേദന പിടിച്ച പണി. ചില ജോലിക്കാരൊക്കെ ഇല്ലേ, രാവിലെ 8:45 പാസഞ്ചർ പിടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഓടുന്ന ആൾക്കാരുണ്ട്. പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന്റെ അവസാനത്തെ കമ്പാർട്ട്മെന്റ് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവര് സ്റ്റേഷനിൽ എത്തുക. എന്നിട്ട് ആ വണ്ടി കയറുകയും ചെയ്യും. അങ്ങനെ വണ്ടി കിട്ടാൻ ഓടുന്ന ജോലിക്കാരൊക്കെ ഉണ്ട്. ആ ഓടുന്ന ഏതെങ്കിലും ഒരു ജോലിക്കാരന്റെ ബാഗിന്റെ വള്ളി പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോ സുഖമായല്ലോ എന്ന്. അടി കിട്ടും ഉറപ്പാ. അപ്പൊ ജോലി സുഖാണ് എപ്പോ? കിട്ടാണ്ടിരിക്കുമ്പോ. കല്യാണം സുഖാണ് എപ്പോ? കഴിക്കാണ്ടിരിക്കുമ്പോ. കുട്ടി സുഖാണ് ഉണ്ടാവണത് വരെ. വീട് സുഖാണ് കെട്ടണത് വരെ. കാറ് സുഖാണ് വാങ്ങണത് വരെ. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിലെല്ലാം സുഖാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടണത് വരെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ ഉള്ളില് അതും കൂടി കിട്ടിയാ സുഖാവുമല്ലോ, ഇതും കൂടി കിട്ടിയാ സുഖാവുമല്ലോ എന്ന് ചില ലിസ്റ്റുകൾ നമ്മൾ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വീടില്ലാത്തവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടല്ലോ അല്ലേ? കാറില്ലാത്ത ആൾക്കാർ പറയണത് കേൾക്ക, നിങ്ങൾക്ക് കാറൊക്കെ ഇല്ലേ? ഇപ്പൊ കാറുണ്ടായൊക്കെ ആയോ അല്ലേ? നിങ്ങൾക്ക് ജോലി ഇല്ലേ എന്നാണ്. അപ്പോ എല്ലാവരും ഇങ്ങനെ എന്തോ ഒന്നും കൂടി കിട്ടിയാൽ സുഖായി, എന്തോ ഒന്നും കൂടി കിട്ടിയാൽ സുഖായി, അങ്ങനെ ഏതോ ഒന്നിനു വേണ്ടി അത് കിട്ടിയാൽ സുഖായി എന്ന് അന്വേഷിച്ച് ഇതൊക്കെ കിട്ടിയിട്ട് പിന്നെയും മനസ്സ് പറയുന്നു ഇതൊന്നുമല്ല, വേറെ ഏതോ ഒന്ന്. ഏതാ വേറെ ഏതോ ഒന്ന്? ആരായി വേറെ ഏതോ ഒന്ന്? അത് നമുക്ക് കാണിച്ചു തരുന്നു സൂര്യസോമ വംശങ്ങളിലുള്ള രാജാക്കന്മാര്. കല്യാണം കഴിച്ചാൽ സുഖായി എന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ ആയിരക്കണക്കിന് കല്യാണം കഴിച്ച രാജാക്കന്മാരുടെ കഥകള്. മക്കളുണ്ടായ സുഖം എന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നൂറുകണക്കിന് മക്കൾ ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത രക്ഷിതാക്കളുടെ കഥകള്. ഭൂമി ഉണ്ടായ സുഖം എന്ന് തോന്നുന്നുണ്ടോ? യാവൽ സൂര്യ ഉദേതിസ്മ യാവൽച്ച പ്രതിഷ്ഠതി സർവം തൽ യൗവനാശസ്യ മാന്ധാതു ക്ഷേത്രമുച്യതേ. മാന്ധാതാവ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറയാ, സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കുന്നത് വരെയുള്ള സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള രാജാക്കന്മാരുടെ കഥകള്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ 9ാം സ്കന്ധത്തിൽ പറയും, അവസാനം ഇവരൊക്കെ ആശ്രയിച്ചത് ഭഗവാനെ ആയിരുന്നു. അപ്പോ എത്രയൊക്കെ ലൗകികമായ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈ ലൗകിക സമ്പത്തുകൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത, ഇനിയും എന്ത് കിട്ടിയാൽ നമ്മുടെ മനസ്സിന് ആശ്വാസാവും എന്ന് ചിന്തിക്കുന്നവർക്ക് ആ ആശ്വാസത്തിനൊരു വസ്തു ഭഗവാൻ മാത്രമാണ് അല്ലേ? ഇടയ്ക്കൊക്കെ പേപ്പറിലൊക്കെ വാർത്ത കാണാം. കോടീശ്വരനായ അംബാനിയുടെ ഭാര്യ ഗുരുവായൂരില്
നെയ്വിളക്ക് കൊളുത്തുക അല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കും, ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? നമുക്കൊക്കെ വേറെ പ്രാരബ്ധവും പരിവട്ടമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ നെയ്വിളക്ക് കത്തിച്ച സമാധാനാവുമോ എന്നൊക്കെ വിചാരിക്കുന്നത്. ഈ അംബാനിയുടെ ഭാര്യയ്ക്ക് ഇപ്പൊ നെയ്വിളക്കൊക്കെ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? പൈസ കൊടുത്ത് വാങ്ങിയാൽ പോരെ. അപ്പോഴാ അവര് പറയുക, പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനത്തിന് വേണ്ടിയിട്ടാ നെയ്വിളക്ക് കത്തിച്ചത്. എന്താ അത്? മനസമാധാനം അല്ലേ? എവിടെയെങ്കിലും കിട്ടുമോ എറണാകുളത്ത് പൈസ കൊടുത്താൽ? എന്ത് മനസമാധാനം? കിട്ടുമെങ്കിൽ എന്തായിരുന്നു? അപ്പോ പറഞ്ഞു വരുന്നത്, മനസ്സിന്റെ ആത്യന്തികമായ ആശ്വാസത്തിനും ആനന്ദത്തിനും നിത്യമായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഭഗവാനെ മാത്രമാണ്. കാരണം നിത്യാനന്ദ സ്വരൂപനാണ്, നിത്യസത്യസ്വരൂപനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വരാൻ പോകുന്ന ദശമസ്കന്ധത്തിലെ ആ കൃഷ്ണലീലകളിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഈ നവമസ്കന്ധം. അത് തുടങ്ങുന്നത് സൂര്യസോമവംശങ്ങളുടെ ഉൽപ്പത്തിയെ പറഞ്ഞുകൊണ്ടാണ്. മത്സ്യാവതാരമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹത്തെ നേടിയ സത്യവ്രതൻ എന്ന രാജഋഷി അടുത്ത മന്വന്തരത്തിന്റെ അധിപതിയായിട്ട് ശ്രാദ്ധദേവൻ എന്ന പേരിൽ അവതരിച്ചു. ഈ ശ്രാദ്ധദേവന്റെ ഭാര്യയാണ് ശ്രദ്ധാദേവി. അവർക്ക് സന്താനഭാഗ്യം ഉണ്ടായില്ല. ഒടുവിൽ ഒരു യാഗം ചെയ്തു. പ്രസാദം കഴിച്ചതിന്റെ ഫലമായിട്ട് ഒരു പെൺകുഞ്ഞ് പിറന്നു. അപ്പൊ ഇത്ര കാലം ഇവർക്കൊറ്റ സങ്കടം ഉണ്ടായിട്ടുള്ളൂ, മക്കളില്ലല്ലോ എന്നുള്ള സങ്കടം. ഇപ്പൊ ഒരു മകൾ ഉണ്ടായി, എന്നാ സന്തോഷിക്കണ്ടേ? രാജാവിന്റെ മുഖത്ത് ഇപ്പോ വേറൊരു സങ്കടം. എന്താ അറിയോ? ആൺകുട്ടി അല്ലല്ലോ എന്നുള്ള സങ്കടം അല്ലേ? അപ്പൊ ആചാര്യന്മാര് വന്നിട്ട് ചോദിച്ചു, അല്ല രാജാവേ, ഇത്ര കാലം മക്കളില്ലല്ലോ എന്നായിരുന്നു, ഇപ്പൊ മകൾ ഉണ്ടായല്ലോ. അപ്പൊ ഇദ്ദേഹം പറയാ, ഇപ്പൊ എനിക്ക് പുതിയ ടെൻഷൻ. എന്ത്? ആൺകുട്ടി അല്ലല്ലോ എന്നുള്ള ടെൻഷൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഭാഗവത് എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു തരണമെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നാ അല്ലേ? ഇപ്പൊ നമുക്കൊക്കെ ഓരോ ടെൻഷനെങ്കിലും ഉണ്ടാവും അല്ലേ? നമുക്കൊക്കെ ഓരോ ടെൻഷനെങ്കിലും ഉണ്ടാവും ഇല്ലേ? ഒരു ടെൻഷനും ഇല്ലേ? ഒരു ടെൻഷനും ഇല്ലെങ്കിൽ അതൊരു ടെൻഷനാ. ചില ആൾക്കാർക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ എന്നുള്ള ടെൻഷൻ. അപ്പോ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിന് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് എന്താ അറിയോ? ഈ ടെൻഷൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ടിരിക്കാം എന്നാ. പക്ഷെ മനസ്സ് തന്നെ ഈ ടെൻഷൻ കഴിയുമ്പോഴേക്കും ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്തിന്? അടുത്ത ടെൻഷന് അല്ലേ? ഇപ്പോ ഒരു ഉദാഹരണം പറയാം. എറണാകുളത്ത് നിന്ന് നമ്മൾ ബസ്സിന് കയറി എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് ബസ്സിന് കയറി എന്ന് വിചാരിക്കുക. ബസ്സിൽ കയറി ആദ്യത്തെ ടെൻഷൻ എന്താ? സീറ്റ് കിട്ടിയാൽ മതി എന്നല്ല, എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അത് ഇന്ന സ്ഥലത്ത് വേണമെന്നൊന്നുമില്ല. ഒടുക്ക സീറ്റ് കിട്ടി. ഏത്? ഏറ്റവും പിറകില് അല്ലേ? ആ ബസ് ചാടുമ്പോ നമ്മളും ചാടുന്നൊരു സീറ്റ് ഉണ്ടല്ലോ. സീറ്റ് കിട്ടിയപ്പോ ആ സങ്കടം തീർന്നു. പക്ഷെ മനസ്സ് പതുക്കെ അടുത്ത ടെൻഷൻ തരും. എന്താ അറിയോ? കുറച്ച് മുമ്പിൽ കിട്ടിയാൽ തിരക്കേടില്ല. പിന്നെ നമ്മളിങ്ങനെ മുമ്പിൽ ആരെങ്കിലും എണീക്കണുണ്ടോ നോക്കിയപ്പോ ഒരാള് പതുക്കെ എണീക്കുന്നുണ്ട്, മുകളിലുള്ള സഞ്ചി എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എണീറ്റു. നോക്കുമ്പോ ഇയാള് സഞ്ചിയിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് അവിടെ തന്നെ ഇരുന്നു. നമ്മളും വന്ന് ഇവിടെ ഇരുന്നു. ഇങ്ങനെ ടെൻഷൻ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ മുമ്പിലൊരു സീറ്റ് കിട്ടി, പിറകുന്ന ജാടി അവിടെ വന്നിരുന്നു. ഇപ്പൊ മുൻപിൽ സീറ്റ് കിട്ടി, സന്തോഷിക്കുക വേണ്ടത്. പക്ഷേ മനസ്സ് പതുക്കെ അടുത്ത ടെൻഷൻ തുടങ്ങും. എന്താ അറിയോ? ഇയാൾ എണീറ്റിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഇരിക്കുകയായിരുന്നു, ഇയാൾ എപ്പോഴാ എണീക്കുക, ഇയാൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുക. ചുരുക്കി പറഞ്ഞാൽ ഒക്കെ കൂടി കഴിഞ്ഞ് സൈഡ് സീറ്റ് കിട്ടി. എപ്പോ? എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ. അപ്പൊ ഇവിടുന്ന് കയറിയപ്പോ തുടങ്ങിയ ടെൻഷനാ. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോഴേക്ക് അടുത്തത്. ഇതുപോലെ ഇറങ്ങണത് വരെ ടെൻഷൻ അടിക്കാനാണ് മനസ്സിനെ വിട്ടാൽ നമ്മളെ പഠിപ്പിച്ചു തരിക. ഇവിടെ ഈ പെൺകുട്ടിയെ ഋഷീശ്വരന്മാര് അവരുടെ മന്ത്രശക്തി കൊണ്ട് ആൺകുട്ടിയാക്കി മാറ്റി. ആ സമയത്ത് ആ കുട്ടിക്ക് സുദ്യുമ്നൻ എന്ന് പേരിട്ടു. അങ്ങനെ ഇരിക്കെ ഈ സുദ്യുമ്നൻ വളർന്ന് രാജകുമാരനായി മാറി. രാജകുമാരനായ ആ സുദ്യുമ്നൻ നായാട്ടിന് പോയി.
നായാട്ടിന് പുറപ്പെട്ടു എന്ന് മാത്രല്ല, നായാട്ടിന് പോയതായ സുദ്യുമ്നൻ ഇളാവൃതം എന്ന പ്രദേശത്തിലേക്ക് പ്രവേശിച്ചു. ആ ഇളാവൃതത്തിൽ അതിസുന്ദരമായ ഒരു വനപ്രദേശം കണ്ടപ്പോ അറിയാതെ ഈ സുദ്യുമ്നൻ ആ വനത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. വനത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചതും സുദ്യുമ്നൻ പെണ്ണായിട്ട് മാറി. അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്ത്? അല്ല, പണ്ട് പെണ്ണായിരുന്നല്ലോ, ഏതോ ഒരു മന്ത്രവും മരുന്നൊക്കെ കൊടുത്തിട്ടാണല്ലോ ആണാക്കിയത്. അതിന്റെ ശക്തി പോയത് കൊണ്ടാണോ? അതൊന്നുമല്ല പരീക്ഷിത്തെ. ഈ ഇളാവൃതത്തിലേക്ക് ആണുങ്ങൾ ആര് കയറിയാലും പെണ്ണാവും. എന്താ കാരണം? അത് പണ്ട് പാർവതിക്ക് പരമേശ്വരൻ മഹാദേവൻ കൊടുത്ത വരാണെന്ന് കഥ ചുരുക്കി പറഞ്ഞു. ഏകദാ ഗിരിശം ദൃഷ്ടും, പാർവതീ പരിണയം കഴിഞ്ഞു. മഹാദേവനും പാർവതിയും വിവാഹം ചെയ്ത് ദാമ്പത്യ ജീവിതം തുടങ്ങി. പാർവതിക്ക് അങ്ങനെ മഹാദേവനോട് ഇപ്പൊ എന്താ ഒരു ചോദിക്കേണ്ടത്? സ്വതവേ നമ്മള് ഈ ലോകത്തും കാണാത്ത കാര്യമാണ് അല്ലേ. കല്യാണം കഴിഞ്ഞ് തന്നെ ആരെങ്കിലും ഭർത്താവിനോട് അല്ലെങ്കിൽ ചോദിക്കുവോ, എനിക്ക് ഭാഗവതം പറഞ്ഞു തരൂ, അല്ലെങ്കിൽ രാമായണം പറഞ്ഞത്? പാർവതി എങ്ങനെയാ ഉണ്ടായത്? വിവാഹം കഴിഞ്ഞ ഉടനെ ചെന്ന് ചോദിച്ചത്, എനിക്ക് രാമതത്വം പറഞ്ഞു തരണേ, രാമായണം പറഞ്ഞു തരണേന്ന്. അതൊക്കെ പറയാൻ ഇയാൾക്ക് വലിയ ഉത്സാഹം. പക്ഷെ പാർവതി പരമേശ്വരന്മാർക്ക് കൈലാസത്തിൽ ഒരു പ്രൈവസി ഒന്നുമില്ല. ഒന്നാമത് ഈ നന്ദീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഒപ്പം ഉണ്ടാവും. പിന്നെ സന്യാസിമാര് വരിക, അവരെ ഉപദേശം കൊടുക്കുക, പിന്നെ കണ്ണടച്ച് കുറെ സമയം മൗന ഭാവം. എന്നാ സന്ധ്യ കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാച്ച, സന്ധ്യ ആയാൽ ഇയാള് ശ്മശാനത്തിലേക്ക് എന്ന് പറഞ്ഞു പോവും. പിന്നെ എപ്പോഴാ വരികയെന്നറിയില്ല. ചുരുക്കി പറഞ്ഞാൽ പാർവതിക്ക് തോന്നി, ഒന്ന് ഭർത്താവിനെയും കൂട്ടി എവിടെയെങ്കിലും പുറത്തു പോയാൽ സമാധാനം കിട്ടുമോ നോക്കാം. അങ്ങനെയാണ് ഈ ഇളാവൃതത്തിലേക്ക് മഹാദേവനെയും കൂട്ടി എത്തിയത്. ഇളാവൃതം അതിസുന്ദരമായ വനപ്രദേശം. മഹാദേവനെ ഒപ്പം അങ്ങനെ ഇരുത്തി പാർവതിയും ഇരുന്ന് രണ്ടുപേരും അങ്ങനെ ആലിംഗനം ചെയ്ത് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഹരഹര മഹാദേവ, ശിവ ശിവ മഹാദേവ, ശംഭോ രുദ്ര മഹാദേവ, ശങ്കര രുദ്ര മഹാദേവ ഭജന പാടിക്കൊണ്ടുവരുന്നുണ്ട്. ആര്? സന്യാസിമാര്. പാർവതിക്ക് വന്നു ഒരു ദേഷ്യം. ഈ താടിക്കാരുടെ ശല്യം കൈലാസത്തിൽ നല്ലോണം ഉണ്ട്. എന്നിട്ടാ ഇങ്ങോട്ട് വന്നത്. അല്ല, നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഇവരെങ്ങനെ അറിഞ്ഞത്? ഇയാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മഹാദേവന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി പുറംതിരിഞ്ഞിരുന്നു. മഹാദേവനാ ഇപ്പൊ വട്ടത്തിലായത്. ഭക്തന്മാരെ വേണോ ഭാര്യയെ വേണോ? ഏതായാലും സന്യാസിമാരോട് ചോദിച്ചു, എന്തിനാ ഇപ്പൊ വന്നത്? അല്ല, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് തോന്നി, നല്ല സമയം. അവർക്ക് വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. നോക്കുമ്പോ പാർവതി ദേഷ്യം പിടിച്ചിരിക്കുന്നുണ്ട്. പാർവതിയോട് ചോദിച്ചു, എന്തിനാ പാർവതി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? അല്ല, ഇവര് കൈലാസത്തിൽ വന്നോട്ടെ, അങ്ങയെ കണ്ടോട്ടെ, പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇവര് കയറി വരണം. അങ്ങയുടെ ഭക്തന്മാരല്ലേ, ഒന്ന് പറഞ്ഞൂടെ? അപ്പൊ മഹാദേവൻ പറഞ്ഞു, ഇപ്പൊ ഭക്തന്മാരോട് എങ്ങനെയാ കാണാൻ വരണ്ടെന്നൊക്കെ പറയാൻ പറ്റുക? അപ്പൊ ഭക്തന്മാരാണോ അങ്ങയ്ക്ക് വലുത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം അറിയണം, അങ്ങയ്ക്ക് ഭക്തന്മാരാണോ വലുത്, ഭാര്യയാണോ വലുത്? ഈ രണ്ട് വിരലില് വിരല് പിടിക്കണ കളിയൊന്നും ഇപ്പൊ ഇല്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയോ? എന്നോട് കുറച്ചധികില്ലേ? മഹാദേവന് തോന്നി, ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതാവും പ്രശ്നം. മഹാദേവൻ പറഞ്ഞു, നിന്നോട് കുറച്ചല്ല, കുറച്ചധികം അധികമുണ്ട്. എന്നാ എനിക്കിപ്പോ ഒരു വരം തരണം. അങ്ങയ്ക്കിപ്പോ അങ്ങയുടെ ഭക്തന്മാരോട് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, എനിക്കൊരു വരം തന്നാ മതി. എന്താ വരം? ഈ ഇളാവൃതത്തിലേക്ക്, ഈ വനത്തിലേക്ക് പുരുഷന്മാരാര് കയറിയാലും അപ്പൊ പെണ്ണാവണം. പിന്നെ അത് പേടിച്ചിട്ട് ആരും വരില്ലല്ലോ. വേണോ? വേണം. തഥാസ്തു. അന്ന് മഹാദേവൻ പാർവതിക്ക് കൊടുത്ത വരാണ് ഇവിടെ സുദ്യുമ്നനിത പെണ്ണായിട്ട് മാറി. ശ്രാദ്ധദേവൻ വിവരറിഞ്ഞു, തൻ്റെ മകൻ കാട്ടിൽ പെണ്ണായിട്ട് കഴിയണമെന്നുള്ള വാർത്ത. കാരണം മഹാദേവൻ കൊടുത്ത വരാണ് എന്നറിഞ്ഞതും ശ്രാദ്ധദേവൻ
കൈലാസത്തിൽ ചെന്നു. മഹാദേവന്റെ മുമ്പിൽ ചെന്ന് നിലവിളിച്ച് നെഞ്ചത്തങ്ങനെ അടിച്ച് കരയാൻ തുടങ്ങി. മഹാദേവൻ കുറെ സമയം കരയണത് നോക്കി നിന്നു. എന്നിട്ട് അവസാനം പറഞ്ഞു, എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാൽ സൗകര്യമുണ്ട്. അപ്പൊ ശ്രാദ്ധദേവൻ പറഞ്ഞു, വേറൊന്നുമില്ല, എൻ്റെ മകൻ കാട്ടിൽ പെണ്ണായിട്ട് കഴിയാ. എവിടെ? ഇളാവൃതത്തില്. അത് ഞാൻ പാർവതിക്കൊരു വരം കൊടുത്തിട്ടുണ്ട്, അതിന്റെ കുഴപ്പം. എങ്കിൽ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരണം. അതിന് ആ വരം തിരിച്ചെടുക്കണം. അത് പാർവതിക്ക് കൊടുത്ത വരം അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല, ദേഷ്യം വരും അതിന്. നല്ലൊന്ന് ചോദിച്ചൂടെ? അങ്ങനെ മഹാദേവൻ ചെന്ന് പാർവതിയോട് പറഞ്ഞു. പാവം ആ ശ്രാദ്ധദേവൻ പുറത്തു വന്ന് കരയുന്നുണ്ട്. സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുക, ആ വരം നമുക്കങ്ങ് തിരിച്ചു. അപ്പൊ അങ്ങേക്ക് ഭാര്യയാണോ? ഇത് അന്ന് ചോദിച്ചതല്ലേ, ഭാര്യ തന്നെയാ വലുത്. എന്നാൽ പകുതി സമ്മതിക്കാം. അത്ര കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച് മഹാദേവൻ പുറത്തേക്ക് വന്ന് ശ്രാദ്ധദേവനോട് പറഞ്ഞു, ഭാഗ്യണ്ട്, സമ്മതിച്ചോ? പകുതി സമ്മതിച്ചു. എന്നാൽ ഒന്നും കൂടി പോയാൽ ബാക്കി പകുതി കിട്ടുമോ? ഇനി പോയാൽ ഉള്ള പകുതിയും കൂടി ഇല്ലാണ്ടാവും. അങ്ങനെ മാസം പുമാൻസ ഭവിത മാസം സ്ത്രീ തവ ഗോത്രജ ഇതി വ്യവസ്ഥയാ. പകുതി എന്ന് പറഞ്ഞാല് ഒരു മാസം അങ്ങയ്ക്ക് മകനായിട്ട് കാണാൻ പറ്റും. ഒരു മാസം പാർവതിക്ക് കൊടുത്ത വരം അത് നടക്കും, പെണ്ണായിട്ടുണ്ടാവും. കുഴപ്പമുണ്ടോ? ഇയാൾക്കെന്ത് കുഴപ്പം? കാട്ടുന്ന ഇതിനെ പിടിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇള എന്ന രാജകുമാരിയാണ് ആ സമയത്ത്. രാജകുമാരിയായിട്ടുള്ള തൻ്റെ മകനെ പിടിച്ചു കൊണ്ടുവന്നു. 31-ാം തീയതി മൂടിപ്പൊതച്ചുറങ്ങി. 1-ാം തീയതി രാവിലെ ആവുമ്പോഴേക്കും കൊട്ടാരത്തിന്റെ മുമ്പിലും ജനലിന്റെ ഇടയിലും ഒക്കെ കൂടി തലയിട്ട് നോക്കുകയായി. പുതപ്പ് നീക്കി എണീക്കണത് ആരാവും? നോക്കുമ്പോഴേക്കും എണീക്കണത് സിദ്ധിംനൻ എന്നുള്ള പണ്ടത്തെ രാജകുമാരൻ. 31-ാം തീയതി കിടന്നത് രാജകുമാരൻ, 1-ാം തീയതി രാവിലെ എണീറ്റത് രാജകുമാരി. 31-ാം തീയതി കിടന്നത് രാജകുമാരി, 1-ാം തീയതി രാവിലെ എണീറ്റത് രാജകുമാരൻ. നാട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഇതിപ്പോ ഏതാ മാസം? ആണോ അല്ല പെണ്ണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ സിദ്ധിംനന് തോന്നിയിത്രേ, ഈ ആണും പെണ്ണുമല്ലാത്ത ജീവിതം ഭഗവാനെ ആശ്രയിച്ച് സമർപ്പിക്കാം. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വനത്തിൽ ചെന്ന് ഭഗവാനെ ആശ്രയിച്ചു. പിന്നീട് ഈ ശ്രാദ്ധദേവന് ഇക്ഷാകു, നൃഗൻ, ശരിയാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യന്തൻ, പൃഷധ്രൻ, നഭകൻ എന്നിങ്ങനെ 9 മക്കളുണ്ടായി. അതിൽ ശരിയാദി മഹാരാജാവിന്റെ ചരിതമാണ് പിന്നീട് വർണ്ണിച്ചത്. ശരിയാദിയുടെ പുത്രിയാണ് സുകന്യ. പാതിവ്രത്യത്തിന്റെ മകുടോദാഹരണമായി ദേവീ ഭാഗവതത്തിലൊക്കെ വളരെ വിസ്തരിച്ചു പറയുന്ന ചരിതമാണ് ഭാഗവതത്തിൽ ഒരു അധ്യായത്തില്. ശരിയാദിപുത്രിയായിട്ടുള്ള സുകന്യ അതിസുന്ദരിയായ രാജകുമാരി, ചെറിയ പ്രായം. കൂട്ടുകാരികളോടൊപ്പം ഒരിക്കൽ ശരിയാദി മഹാരാജാവ് നായാട്ടിന് പോകുമ്പോൾ ഈ സുകന്യ പറഞ്ഞു, അച്ഛാ ഞങ്ങളും കാട്ടിലേക്ക് വരുന്നു. അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുവന്നു. നോക്കുമ്പോൾ അവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കളിച്ചോളൂ, നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ ഈ സുകന്യയും കൂട്ടുകാരികളൊക്കെ കാട്ടിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ ഒരാശ്രമം. താമസമൊന്നുമില്ല എന്ന് ഉറപ്പായി. ആ പൊളിഞ്ഞു വീഴുന്നതായ ആ ഒരു ആശ്രമത്തിന്റെ അടുത്തൊക്കെ ചെന്ന് നോക്കി. ചില കുട്ടികളൊക്കെ ആശ്രമത്തിന് അകത്ത് ചെന്ന് നോക്കി. അപ്പോഴത്തെ പഴയ കുറച്ച് പാത്രവും കമണ്ടലും ഒക്കെ കാണുന്നുണ്ട്. നോക്കുമ്പോ വരാന്തയില് വലിയൊരു ചിതൽപുറ്റ്. ആശ്രമത്തിന്റെ വരാന്തയില് ഒരു ചെതൽപുറ്റ് കണ്ടു. ചെതൽപുറ്റ് കണ്ടപ്പോ എല്ലാവരും അതിന്റെ ചുറ്റും കൂടി. നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ 2 ദ്വാരം കണ്ടപ്പോ അതിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഗദ്യോദൈവ ജ്യോതിഷി, അതിന്റെ ഉള്ളില് മിന്നാമിനുങ്ങ് പോലെ ഒരു സാധനം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൗതുകായി. ഒരു കമ്പ് കൊണ്ടുവന്ന് അതിന്റെ അറ്റം നല്ല മൂർച്ചയാക്കിയിട്ട് ഒന്നില് കുത്തിയപ്പോ പുറത്തേക്ക് രക്തം തെറിച്ചു വന്നു. എന്നാ മറ്റേല് കുട്ടാണ്ടിക്കല്ലേ വേണ്ടത് അല്ലേ? ഒന്നില് കുത്തിയിട്ട് ചോര വരണത് കണ്ടാ മറ്റേല് കുത്താണ്ട് നിൽക്കണ്ടേ? അപ്പൊ സംശയമായി. എന്നാ അതിൽ കുത്തി നോക്കി, അതിൽ ചോരയുണ്ടോ നോക്കാലോ. അതിലും കുത്തി നോക്കുമ്പോ അതിന്നും രക്തം പുറത്തേക്ക് വന്നു. രക്തം പുറത്തേക്ക് തെറിച്ചു വരുന്നത് കണ്ടപ്പോ കുട്ടികളൊക്കെ ഭയന്നു, പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്ക് ശരിയാദി മഹാരാജാവ് വന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ സംഗതി കാണിച്ചു കൊടുത്തു. ചതൽപുറ്റൊക്കെ തട്ടിപ്പൊളിച്ചു. നോക്കുമ്പോ അതിൻ്റെ ഉള്ളില്
അസ്ഥികൂടം പോലൊരു മഹർഷി. അയാൾ 10-200 കൊല്ലത്തിന്റെ മുകളിലായിട്ട് ആ ആശ്രമത്തിന്റെ വരാന്തയില് എപ്പോഴോ ഒരു ദിവസം തുടങ്ങിയ തപസ്സ. കാലം പോയതൊന്നും അറിഞ്ഞില്ല. ശവന മഹർഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണേന്നും പറഞ്ഞ് രാജാവ് അങ്ങ് കാലിന് നമസ്കരിച്ചു. 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ട് ക്ഷമിക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുമോ? രാജാവിനോട് ആ സന്യാസി പറഞ്ഞു, അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. പിന്നെന്താ പ്രായശ്ചിത്തം ചെയ്യാം? ഒരു കാര്യം ചെയ്യൂ, ആരാണോ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് അതെൻ്റെ മകളാണ്, എന്നാ ഞാൻ കല്യാണം കഴിച്ചോളാം. അതിന് ചെറിയ 10-16 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല, വയസ്സൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കല്യാണം കഴിച്ചോളാം. അങ്ങനെ 10-16 വയസ്സുള്ളതായ ആ സുകന്യയെ ഈ ചെവനൻ, അദ്ദേഹത്തിന് അന്നൊരു 200-216 വയസ്സായിട്ടുണ്ടാവുള്ളൂ, വിവാഹം കഴിച്ചു. പതിം പരമകോപനം, വല്ലാത്ത ദേഷ്യക്കാരനായിരുന്നു എന്നാ. കുളിക്കാൻ ചൂടുവെള്ളം കൊടുത്താൽ ചീത്ത പറയും, എന്നെ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണോ. തണുത്തത് കൊടുത്താൽ പറയും, അല്ലെങ്കിലേ വാദത്തിന്റെ സൂക്കേട് നല്ലോണം ഉണ്ട്, അത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്തിനും തന്നെ ശകാരിച്ചു. പക്ഷെ പതിവ്രതയായ ആ സുകന്യ ഭക്തിയോടെ സേവിച്ചു. ഒരിക്കൽ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ ഈ സുകന്യയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു. പക്ഷേ പതിവ്രതയായതുകൊണ്ട് തന്നെ വേണ്ടാത്ത ചിന്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് തങ്ങൾക്ക് അപകടമാവും. അതുകൊണ്ട് സുകന്യയുടെ പാതിവ്രത്യം ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി ഈ പടുവൃദ്ധനായ ചവന മഹർഷിയെയും കൂട്ടി അശ്വിനി ദേവന്മാര് അടുത്തുള്ള ഒരു സരസിൽ നിന്ന് മുങ്ങി. പൊങ്ങിയതില് ചവന മഹർഷിയെ കാണാനില്ല. പകരം ഒരേ നിറത്തില് ഒരേ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരേ ശബ്ദമുള്ള 3 അതിസുന്ദരന്മാര്. അവര് 3 ആൾക്കാരും ഒരേ ശബ്ദത്തിൽ സുകന്യയോട് പറഞ്ഞു, ഞങ്ങളിലൊന്ന് നിന്റെ ഭർത്താവാണ്, കണ്ടുപിടിച്ചോളൂ. പരീക്ഷയ്ക്ക് ഓപ്ഷൻ വരണ പോലെ ബ്രാക്കറ്റിൽ വന്നിരിക്കുക 3 എണ്ണം. എന്ത് വേണം? പരീക്ഷയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കുത്താം. ഇത് ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്ന പരീക്ഷയാ. ഇവിടെയാണ് യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ആ സുകന്യ എന്ന പതിവ്രതാരത്നം സാക്ഷാൽ ജഗദംബികയെ ഒന്ന് ധ്യാനിച്ചതും വേണ്ടതായ ബുദ്ധി വേണ്ട സമയത്ത് ആ സുകന്യക്ക് അങ്ങനെ കൊടുത്തു ഭഗവതി. ആ നിൽക്കുന്നതില് 2 ആൾക്കാര് കണ്ണിങ്ങനെ മിഴിച്ചു നിൽക്കുന്നുണ്ട്. ഒരാള് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ ഇമ വെട്ടുന്നുണ്ട്. അപ്പോ മനുഷ്യന്മാർക്ക് മാത്രമേ ഈ ഇമ വെട്ടുക എന്ന സ്വഭാവമുള്ളൂ. അങ്ങനെ തൻ്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞു. വലിയ സന്തോഷായി അശ്വിനി ദേവന്മാർക്ക്. അവര് ചവനനെയും സുകന്യയെയും വേണ്ടതുപോലെ അനുഗ്രഹിച്ചു. അപ്പൊ ചവന മഹർഷി പറഞ്ഞു, പടുവൃദ്ധനായ എന്നെ ചെറുപ്പക്കാരനാക്കി തന്നുവല്ലോ നിങ്ങള്, പകരം ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഈ വൈദ്യന്മാരായതുകൊണ്ട് ഈ ഇന്ദ്രാദി ദേവന്മാര് അവരുടെ ഒപ്പം കൂട്ടണില്ല. ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് വേറെ ഭാഗത്ത് ഇലയിട്ട് തരും. അപ്പൊ ഞങ്ങൾക്ക് ദേവഭാഗം അവരോടൊപ്പം ഭുജിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോ ചവനൻ തന്നെ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ ഇന്ദ്രൻ ആവാഹിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ അശ്വിനി ദേവന്മാർക്ക് ആ സ്ഥാനം കൊടുത്തപ്പോ ദേവേന്ദ്രന് സഹിച്ചില്ല. ഇന്ദ്രൻ വജ്രായുധം കൊണ്ടുവന്ന് ചവനനെ കൊല്ലാൻ കൈ ഉയർത്തിയതും ചവനൻ ആ കയ്യ് അല്ലെങ്കിൽ ഇന്ദ്രനെ അവിടെ സ്തംഭിപ്പിച്ചു എന്നാണ്. കൈ പിന്നെ താഴുന്നില്ല. ദേവേന്ദ്രൻ കയ്യും പൊന്തിച്ച് ഇങ്ങനെ നിൽക്കുക, താഴുന്നില്ല. അവസാനം ദേവേന്ദ്രൻ സമ്മതിച്ചു, ഇനി എവിടെ ഉണ്ടെങ്കിലും സദ്യ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെ കസേര കൊടുത്തോളാന്ന് സമ്മതിച്ചപ്പോ ദേവേന്ദ്രനെ വെറുതെ വിട്ടു. അങ്ങനെയുള്ളതായ ആ സുകന്യയുടെ പാതിവ്രത്യത്തിന്റെ മഹിമ പറഞ്ഞു. പിന്നീട് ആ വംശത്തിൽ കഗുദ്മി എന്നു പേരായ ഒരു രാജാവ്. ആ കഗുദ്മിയുടെ പുത്രിയാണ് രേവതി. അതിസുന്ദരിയാണ് ഈ രേവതി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ. സൗന്ദര്യം കൂടിയാലും കുഴപ്പമാണ്. എന്താ കുഴപ്പം? ഒരു വിവാഹാലോചനയും ഇവൾക്ക് തൃപ്തിയാവണില്ല. സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടിഷ്ടപ്പെടും, കുറച്ചു ദിവസം കഴിയുമ്പോൾ തോന്നും വേണ്ടാന്ന്. ഇങ്ങനെ ഒരു തരത്തിലും വിവാഹം നടക്കണില്ല എന്ന് കണ്ടപ്പോ ഈ കഗുദ്മിയുടെ രേവതിയുടെ അച്ഛന് തോന്നി ബ്രഹ്മാവിനെ ഒന്ന് ചെന്ന് കാണാം. അവിടെ നിന്നാണല്ലോ പ്രൊഡക്ഷൻ. അപ്പൊ അവിടെ പോയി ചോദിക്കാം.
അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് കകുത്മി തന്റെ മകളെ രേവതിയെയും കൂട്ടി പോയി എന്നാണ് കഥ. നോക്കുമ്പോ അവിടെ ബ്രഹ്മാവ് സരസ്വതിയുടെ വീണക്കച്ചേരി കേട്ടോണ്ട് നിൽക്കുക. ഭാര്യ ഇങ്ങനെ വീണ വായിക്കണുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മാവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവ് 4 തലയും കുലുക്കി, ഒന്നും മനസ്സിലാവണമൊന്നുമില്ല, എന്നാലും ഭാര്യയ്ക്ക് സന്തോഷമാവണ്ട വെച്ച് തല കുലുക്കുന്നുണ്ട്. അപ്പോ ഈ കകുത്മിക്ക് തോന്നി ഇതിന്റെ ഇടയിൽ കയറി ഒരു ബുദ്ധിമുട്ടാവണ്ട. കുറച്ചു സമയം അവർ വെയിറ്റിംഗ് ഹാളിൽ അവിടെ ഇരുന്നു. കച്ചേരി കഴിഞ്ഞ് ബ്രഹ്മാവ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടെന്ന്? അപ്പൊ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഭൂമിയിൽ നിന്ന് വരികയാണ്, കകുത്മി എന്നാണ് പേര്, ഇത് മകളായ രേവതി, കുറച്ച് ജാതകം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിലേതാ ഇവക്ക് ചേരുക? ജാതകമൊക്കെ കൊടുത്തപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. എന്നാ പ്രശ്നമായി. എന്തേ? ഇവിടുത്തെ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ യുഗങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഈ കണ്ടുപിടിച്ച് ചെറുക്കന്മാരൊന്നല്ല, ഇവരുടെ വംശം പോയി, അവരുടെ യുഗം കഴിഞ്ഞ്, അവരുടെ ചതുർയുഗം പോലും കഴിഞ്ഞു. നിലവിളിച്ചു, ഇനി എന്തു വേണം? ഇപ്പോ ഭൂമിയില് ദ്വാപരയുഗം നടക്കുകയാണ്. ദ്വാരകയില് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ആ കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് സാക്ഷാൽ അനന്തമൂർത്തി ബലരാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട്. ഈ രേവതിയെ അങ്ങ് ബലരാമന് വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ കകുത്മി രാജാവ് രേവതിയെയും കൂട്ടി ദ്വാരകയിലേക്ക് എത്തി. ആ ദ്വാരകയിൽ വെച്ച് ബലരാമസ്വാമി രേവതിയെ അതിഗംഭീരമായിട്ട് വിവാഹം ചെയ്തു പരീക്ഷിത്തെ. അങ്ങനെ രേവതിയുടെ ഭർത്താവായി തീർന്നു ബലരാമൻ എന്നൊക്കെ പറഞ്ഞപ്പോ പരീക്ഷിത്ത് ഇങ്ങനെ അന്തിച്ച് നോക്കുക. ഇവിടെ കൃഷ്ണാവതാരം പറഞ്ഞിട്ടില്ല, ബലരാമാവതാരം പറഞ്ഞിട്ടില്ല, ഇവിടെ കൃഷ്ണാവതാര കഥകളൊന്നും പാടിയിട്ടില്ല. അതിനു മുമ്പേ ബലരാമന്റെ കല്യാണം ഇപ്പൊ ഗുരുനാഥൻ ഗംഭീരായിട്ട് പറയണത്. എന്തു പറ്റി ഗുരുനാഥ, ഇതെന്താ ഈ ബലരാമന്റെ കഥ ഇപ്പൊ പറയേണ്ട ആവശ്യം? ബലരാമന്റെ കല്യാണം എന്തിനാ ഇപ്പൊ പറയണത് ചോദിച്ചപ്പോ ശുഖബ്രഹ്മ ഋഷി പറഞ്ഞു, അത് വേറെ ഒന്നല്ല, കൃഷ്ണാവതാര കഥകളങ്ങ് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഈ ബലരാമനെ ചിലപ്പോ വേണ്ട പോലെ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കിട്ടിയ സന്ദർഭത്തിൽ ബലരാമന്റെ വിവാഹം ഇവിടെ പറഞ്ഞാൽ കൃഷ്ണന്റെ വിവാഹം പറയാൻ പുറപ്പെട്ടാൽ പിന്നെ അതിന് തന്നെ കുറെ സമയം വേണ്ടി വരും. സമയം കുറഞ്ഞാലോചിച്ചിട്ടാ ചാൻസ് കിട്ടിയപ്പോൾ അത് പറഞ്ഞു വെച്ചത് എന്നവിടെ പറഞ്ഞു വെച്ചു.